നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ്. സോ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു എലമെൻറ്റിനെ ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ. ഉദാഹരണമായി ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനെ നമുക്ക് ഇൻലൈൻ എലമെൻറ്റായി ഡിസ്പ്ലേ ചെയ്യിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻലൈൻ എലമെൻറ്റിനെ ബ്ലോക്ക് ലെവൽ എലമെൻറ്റായി ഡിസ്പ്ലേ ചെയ്യാം. ആദ്യമായി നമുക്ക് ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എന്താണെന്നും അതുപോലെ ഇൻലൈൻ എലമെൻറ്റ് എന്താണെന്നും നോക്കാം. സോ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഈ H1 ടാഗ് ലേൺ CSS എന്ന് പറയുന്ന H1 ടാഗ് ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് ഇത് യൂസ് ചെയ്യും. നമ്മുടെ ഈ വെബ് പേജിൻ്റെ ഫുൾ വിഡ്ത്ത് ലെഫ്റ്റ് ടു റൈറ്റ് യൂസ് ചെയ്യും. സോ ഉദാഹരണമായി എനിക്ക് H1ന് താഴെ ഞാൻ മറ്റെന്തെങ്കിലും ഒരു H2 കൊടുക്കുകയാണെങ്കിൽ സോ അടുത്ത ലൈനിലായിരിക്കും അത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതായി വരുന്നത് ഇൻലൈൻ എലമെൻ്റ് ആണ്. ഇൻലൈൻ എലമെൻറ്റ് നമുക്ക് ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്യില്ല. അതിൻ്റെ ആവശ്യമുള്ള വിഡ്ത്ത് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. അതിന് അതേ ഒരു ലൈനിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മുടെ ഇമേജ് ടാഗ് ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. സോ ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഫോട്ടോസിൽ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്ക് ക്യാറ്റിൻ്റെ ഫോട്ടോ ഇവിടെ ലഭിക്കുന്നു. സോ അത് വലിയൊരു ഫോട്ടോയാണ്. സോ ഞാനിവിടെ ഈ ഇമേജ് ടാഗ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഹൈറ്റ് 100 പിക്സൽ അതുപോലെ വിഡ്ത്ത് 100 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്കിവിടെ അതിൻ്റെ ഫോട്ടോ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റൊരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇമേജ് ഞാൻ ഡോഗ് എന്ന് പറയുന്ന ഇമേജ് ആഡ് ചെയ്യുന്നു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതായിരിക്കും, അടുത്ത ലൈനിലോട്ട് പോവില്ല. സോ ഇതിനെയാണ് നമ്മൾ ഈ ഇൻലൈൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കൊടുത്ത H1 ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിരുന്നു. സോ നമ്മൾ കൊടുക്കുന്ന ഇമേജ് ടാഗ് അതുപോലെ തന്നെ സ്പാൻ എലമെൻറ്റ് തുടങ്ങിയവയെല്ലാം ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അത് നെക്സ്റ്റ് ലൈനിലോട്ട് പോവില്ല. അതിനാവശ്യമുള്ള വിഡ്ത്ത് മാത്രം അത് എടുക്കുന്നതായിരിക്കും. ബാക്കി ഭാഗത്ത് മറ്റു എലമെൻറ്റ് വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന ലിസ്റ്റ് എലമെൻറ്റ്, ഉദാഹരണമായി ഞാനിവിടെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നു. സോ അതിനുള്ളിൽ ഞാൻ 4 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ നാവിഗേഷൻ ബാർ, ഹോം, സർവീസസ്, about us, contact us. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ നമ്മൾ ഈ LI എലമെൻറ്റ് എന്ന് പറയുന്നത്, ലിസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നതും ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. ഇത് ഫുൾ വിഡ്ത്ത് ഇത് ഓക്യുപ്പൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത എലമെൻറ്റ് അടുത്ത ലൈനിലായിരിക്കും വരുന്നത്. സോ നമ്മൾ സാധാരണ ഒരു നാവിഗേഷൻ ബാർ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻലൈൻ എലമെൻ്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. ഉദാഹരണമായി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും ലഭിക്കുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ഇതുപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഇവിടെ വന്നതിന് ശേഷം LI എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഡിസ്പ്ലേ ഞാൻ ഇൻലൈൻ എന്ന് കൊടുക്കുന്നു. ആക്ച്വലി അത് ബ്ലോക്ക് ആയിരുന്നു, ഞാൻ ഇൻലൈൻ എന്ന് കൊടുക്കുന്നു. ഇൻലൈൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരൊറ്റ ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വേണ്ട രൂപത്തിൽ ലൈനിൽ ലഭിക്കുന്നു. സോ നമ്മൾ കുറച്ച് സ്റ്റൈൽ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാഡിങ് ഞാനൊരു 10 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ഗ്രീൻ യെല്ലോ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന പോലെ ഒരു നാവിഗേഷൻ ബാർ നമുക്ക് ലഭിക്കുന്നു. സോ നമുക്ക് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനെ നമുക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് അതിന് ഇൻലൈൻ എലമെൻറ്റിലോട്ട് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ ഞാനിവിടെ ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യാം. സോ ഞാൻ താഴെ വന്നതിന് ശേഷം ഞാനൊരു ഇമേജ് കൂടി ആഡ് ചെയ്യുന്നു. ഈ ഇമേജ് എന്ന് പറയുന്നത് ഫോട്ടോസിൽ ഫിഷ് എന്ന് പറയുന്ന ഇമേജ് ആഡ് ചെയ്യുന്നു. സോ എനിക്ക് ഫിഷിൻ്റെ ഇമേജ് ഇവിടെ ലഭിക്കുന്നു. സോ ഇതെല്ലാം ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. സോ എനിക്കിത് വെവ്വേറെ ലൈനിൽ വേണമെങ്കിൽ, ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റായി വേണമെങ്കിൽ നമുക്കിതിന് നമുക്ക് ഇമേജിന് വന്നതിന് ശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ബ്ലോക്ക് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് താഴെ ബ്ലോക്ക് ലെവൽ എലമെൻ്റായി ലഭിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇൻസ്പെക്റ്റിൽ പോയതിന് ശേഷം ഈ മൗസ് പോയിൻ്ററിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആ എലമെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഒരു ഹൈലൈറ്റ് കാണാൻ കഴിയും. സോ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഈ ഒരു ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻലൈൻ എലമെൻ്റ് ആയിരുന്ന ഇമേജ് എലമെൻറ്റ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റായി മാറിക്കഴിഞ്ഞു. സോ നമ്മളിവിടെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ബ്ലോക്ക് എന്ന് കൊടുത്തത് കൊണ്ട്, സോ അതുപോലെ ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആയിരുന്ന ഈ ഒരു ലിസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ ഒരു ഇൻലൈൻ എലമെൻ്റായി മാറി. സോ നമ്മളിവിടെ ഡിസ്പ്ലേ ഇൻലൈൻ എന്ന് കൊടുത്തത് കൊണ്ട്, സോ ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ബ്ലോക്ക് അതുപോലെ ഇൻലൈൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻറ്റിനെ ഇൻലൈൻ എലമെൻ്റ് ആക്കിയിട്ടും അതുപോലെ ഒരു ഇൻലൈൻ എലമെൻറ്റിനെ ബ്ലോക്ക് ലെവൽ എലമെൻറ്റിലോട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ പിന്നെ വരുന്നതാണ് ഡിസ്പ്ലേ നൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. സോ ഉദാഹരണമായി ഞാൻ ഈ H2 എന്ന് പറയുന്ന ഹെഡിങ് എന്ന് പറയുന്നതിന് അപ്ലൈ ചെയ്യുകയാണ്. സോ ഞാനിവിടെ H2 സെലക്ട് ചെയ്യുന്നു. സോ ഞാനിവിടെ ഡിസ്പ്ലേ നൺ എന്ന് കൊടുക്കുന്നു. നൺ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു H2 എലമെൻറ്റ് അവിടെ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും.
സോ നമുക്ക് നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ആ എലമെൻറ്റിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നൺ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ. സോ നൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് മുകളിലോട്ട് അതിൻ്റെ ഒരു സ്പേസ് അതിന് നഷ്ടമായി. അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന എലമെൻറ്റ് അതിൻ്റെ മുകളിലോട്ട് വന്നു. സോ എന്നാൽ അതുപോലെ നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്, വിസിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. വിസിബിലിറ്റി നമ്മൾ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു H2 എലമെൻ്റ് അവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു പൊസിഷൻ അതിന് നഷ്ടമാവുന്നില്ല. ആ ഒരു പൊസിഷൻ അവിടെ ബ്ലാങ്കായി തന്നെ കിടക്കുന്നു. ഡിസ്പ്ലേ നൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റും റിമൂവ് ആവുന്നു, അതുപോലെ അതിൻ്റെ പൊസിഷനും അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു.